നിങ്ങളെ സ്ഥിരം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചാനലിന് റീച്ച് കിട്ടുന്നില്ല, അഥവാ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ കൂടുന്നില്ല എങ്കിൽ നമുക്ക് നല്ലൊരു മെയിൻ്റനൻസ് പാക്കേജ് ഉണ്ട്. അഥവാ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ നോക്കി നടത്തുന്നത് പോലെ നോക്കി നടത്തുന്ന ഒരു മെയിൻ്റനൻസ് പാക്കേജാണ്. ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ തംബ്നെയിലും അതുപോലെ തന്നെ പബ്ലിഷിങ്ങും ടാഗും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളും. നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യാം. നമ്മൾ ഈ മെയിൻ്റനൻസ് സർവീസ് പാക്കേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം ന്യൂ ചാനൽ സെറ്റപ്പ്. അഥവാ ഒരുപാട് പേരുണ്ടാവും ഈ യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ടെക്നിക്കലി കുറച്ച് പിന്നോട്ടുള്ള ആൾക്കാർ, അഥവാ ചാനൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്താൽ മുന്നോട്ട് പോകാൻ അറിയാത്തവർ, നല്ല കണ്ടന്റും അല്ലെങ്കിൽ നല്ല ഐഡിയാസും ഉള്ളവർ, അവർക്ക് വേണ്ടി പുതിയ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി സെറ്റപ്പും കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംഭവമാണ്. രണ്ടാമത്തെ കാര്യം ചാനൽ കസ്റ്റമൈസേഷൻ. ചാനൽ കസ്റ്റമൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ചാനൽ ക്രിയേറ്റ് ചെയ്യും, വീഡിയോ അപ്ലോഡ് ചെയ്യും, പിന്നെ തംബ്നെയിലും കാര്യങ്ങളും കൊടുക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ ചാനൽ തുറക്കുമ്പോൾ തന്നെ മുമ്പിൽ വരുന്ന വീഡിയോസ്, അഥവാ ഫീച്ചേർഡ് വീഡിയോ അല്ലെങ്കിൽ പോപ്പുലർ അപ്ലോഡ്സ്, കുറച്ച് കാര്യങ്ങൾ ചാനൽ തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ട് കാണിക്കുന്ന ഫസ്റ്റ് ഏത് വീഡിയോ കാണിക്കണം, താഴത്ത് അതിൻ്റെ റെക്കമെൻഡേഷൻ ഏത് വീഡിയോ കാണിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് ചാനൽ കസ്റ്റമൈസേഷൻ. അത് നമ്മൾ ഈ സർവീസ് പാക്കേജിൽ ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ചാനൽ ബ്രാൻഡിങ്. ഈ ചാനൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ചാനൽ റീച്ച് ആവാൻ അല്ലെങ്കിൽ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒരു പോയിന്റ് ആണ്. കാരണം ചാനൽ അഥവാ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് കാണിക്കുന്ന ഒന്നാണ് ചാനൽ ആർട്ട്. അഥവാ യൂട്യൂബ് നമ്മുടെ ചാനലിൽ നമ്മൾ ചാനലിൻ്റെ നെയിമിൻ്റെ മുകളിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് ചാനൽ ആർട്ട് അല്ലെ ബാനർ ഇമേജ്. പിന്നെ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ തന്നെ ഈ ഫീച്ചർഡ് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബ്രാൻഡിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ താഴത്ത് അഥവാ താഴത്ത് വലത്തെ ഭാഗത്ത് നമ്മുടെ ഒരു ഐക്കൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡീപ്പിൻ്റെ ഐക്കൺ അവിടെ ഒരു വാട്ടർമാർക്ക് ആയിട്ട് വരും. അത് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് തരും. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് പ്രൊഫൈൽ പിക്ചർ സെറ്റിംഗ്. അതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ ചാനൽ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സെൽഫി ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ട് അല്ലെങ്കിൽ ജിമെയിലിൽ കൊടുത്ത പ്രൊഫൈൽ പിക്ചർ യൂട്യൂബ് ചാനലിൽ കൊടുക്കും. ആ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗിംഗ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫൈൽ പിക്ചർ, അല്ലെ ഫുഡ് ചാനലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫൈൽ പിക്ചർ, ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അഞ്ചാമത്തെ കാര്യമാണ് ചാനൽ കവർ ഇമേജ് സെറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രാൻഡിങ്, അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ചാനൽ കവർ ഇമേജ് സെറ്റിംഗ്. അഥവാ ചാനലിൽ നല്ലൊരു ബാനർ ഇമേജ് അല്ലെങ്കിൽ ഒരു കവർ ഇമേജ് അല്ലെങ്കിൽ ചാനലാർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ചാനലാർട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് തരും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൂഗിൾ ആഡ്സ്. അഥവാ നമ്മൾ നിങ്ങളുടെ ചാനലിൽ ഒരു 4 വീഡിയോസിന് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു 4 വീഡിയോസിന് ഗൂഗിൾ ആഡ്സ് വഴി 1K വ്യൂസ് അഥവാ 1000 വ്യൂസ് ഗ്യാരണ്ടീഡ് ആയിട്ട് ഗൂഗിൾ ആഡ്സ് ചെയ്തു തരും. ഈ ഗൂഗിൾ ആഡ്സിനുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ റീച്ച് കൂടും, ഇംപ്രഷൻസ് കൂടും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടും. ഈ ഗൂഗിൾ ആഡ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അഥവാ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10K വ്യൂസിനാകെ 2500 വരുന്നുള്ളൂ. അങ്ങനെ ആർക്കോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പർ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഏഴാമത്തെ കാര്യം വീഡിയോ കണ്ടന്റ് പ്രസന്റേഷൻ സ്ട്രാറ്റജി. അഥവാ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അപ്പോൾ ചില അധികം ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഈ ക്യാമറയുടെ മുന്നിലെത്തിയാൽ ബബ്ബേ ചെല്ലി പോലെ. അപ്പോൾ വീഡിയോ കണ്ടന്റ് ഒരു നല്ല കണ്ടന്റ് ഉണ്ട് അല്ലെ നല്ലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമല്ല അല്ലെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ടിപ്പ് അല്ല ടെക്നിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഗൈഡൻസ് തന്നിട്ട് വീഡിയോ പ്രസന്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ബ്ലോഗർമാരാണെങ്കിൽ എങ്ങനെ വീഡിയോ പ്രസന്റേഷൻ അടിപൊളിയാക്കാം, അല്ലെ ക്യാമറ മുന്നിൽ എങ്ങനെ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് നല്ല എന്താ പറയുക ധൈര്യത്തിൽ അല്ല കോൺഫിഡൻസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗൈഡൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഗൈഡൻസ്. എട്ടാമത്തെ കാര്യം വീഡിയോ എഡിറ്റിംഗ് ഗൈഡൻസ്. അഥവാ ചാനലിൽ വീഡിയോ ഈ അപ്ലോഡിങ് നിങ്ങൾ ചെയ്യാനല്ലോ, അപ്പോൾ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെ വീഡിയോ എഡിറ്റിംഗിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അനിമേഷൻസോ എഫക്ട്സോ കാര്യങ്ങളോ ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രോ ആണെങ്കിൽ ഇൻട്രോ എങ്ങനെ ആഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒഴിവുകൾ നോക്കി നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങൾ തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പ് ചോദിച്ചാൽ മതി. ഈ ഒരു മെയിൻ്റനൻസ് പാക്കേജിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിലെ വീഡിയോ അഥവാ ചാനലിലെ മെയിൻ അഥവാ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൻ ആൾക്കാർ ഫസ്റ്റ് കാണുന്ന സംഭവമാണ് തംബ്നെയിൽ. നിങ്ങളുടെ ചാനലിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന 4 വീഡിയോക്ക് അല്ലെങ്കിൽ 6 വീഡിയോക്ക് അത് പാക്കേജ് ബേസ് ചെയ്തിരിക്കും. 4 വീഡിയോക്കോ അല്ല 6 വീഡിയോക്കോ തംബ്നെയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തരും. അഥവാ അട്രാക്റ്റീവായ നല്ല ക്ലിക്ക് ത്രൂ റേറ്റ് ഉള്ള നല്ല CTR റേറ്റുള്ള തംബ്നെയിൽ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് തരും. പിന്നെ 10ാമത്തെ കാര്യമാണ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അഥവാ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമേജ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അവർക്കിടയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോ ആണെങ്കിൽ പുതിയ വീഡിയോ ഔട്ട് ചെയ്യാനുണ്ട് അല്ലെ പുതിയ വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്
മാനേജ്മെന്റ് അഥവാ കമ്മ്യൂണിറ്റി നമ്മൾ ഇട്ട് തരും. 500 സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് കമ്മ്യൂണിറ്റി ഉണ്ടാവുക. ഈ കമ്മ്യൂണിറ്റി ഇട്ട് തരിക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വീഡിയോ ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ട് വീഡിയോ ഔട്ട്നോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു തരും. പിന്നെ ആണെങ്കിൽ വീഡിയോ ടൈറ്റിൽ സെറ്റിംഗ്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ സെറ്റിംഗ്സ് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങളെ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ വീഡിയോക്ക് എന്താണോ കണ്ടത് അത് നിങ്ങൾ പറഞ്ഞു തരണം. അത് ടൈറ്റിൽ നല്ല ടൈറ്റിൽ കൊടുക്കും, നല്ല ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ടൈറ്റിൽ നമ്മൾ കൊടുക്കും, ഡിസ്ക്രിപ്ഷനും കൊടുക്കും. ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടാഗ്, #, കാര്യങ്ങൾ, പിന്നെ എൻ്റെ സ്ക്രീന്, കാർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ഏറ്റവും 100% പെർഫെക്റ്റ് ആക്കും. അപ്പോൾ പറഞ്ഞല്ലോ വീഡിയോയുടെ ടാഗ്, #, കാര്യങ്ങൾ, ഈ ടാഗുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്പോൾ ഫുഡ് ചാനലാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോഗിങ് ചാനലാണെങ്കിൽ ആ ഒരു കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു കണ്ടന്റിന് ബേസ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് നല്ല ടാഗ് നമ്മൾ കൊടുക്കും. ആ ഒരു ടാഗ് കൊടുക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ടാഗ് കൂടിയാണ് ചാനലിലെ വീഡിയോ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻസിൽ പോവുക. ഈ വീഡിയോ വൈറൽ ആവാനും വീഡിയോ റീച്ച് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വീഡിയോക്ക് വ്യൂസ് കൂടാനും ഈ ടാഗും #ും പ്രധാന പങ്കുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്ത് തരും. ഈ ഒരു മെയിൻ്റനൻസ് പാക്കേജ് നമുക്ക് ആകെ 3,990 രൂപ വരുന്നുണ്ട്. അത് ഓഫർ റേറ്റ് ആണ്. ഈ 3,990 രൂപക്ക് ഒരു മാസത്തേക്കാണ് നിങ്ങളുടെ ചാനൽ നമ്മൾ നോക്കി നടത്തുക. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാക്കേജ് പുതുക്കാൻ പറ്റും. ആ പുതുക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് ഇല്ല, അത് പുതുക്കുമ്പോൾ ഓരോ ചാനൽ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരും. താങ്ക് യു.